ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങാനുള്ള കാരണം നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ചില കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നുമല്ലോ. വേറെയുള്ളവരെ വലിയ വലിയ ഉദ്യോഗസ്ഥരോടോ അങ്ങനെ വലിയ ആൾക്കാരോടൊന്നും നമുക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനുള്ളൊരു വേദിയായിട്ട് മാത്രമാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ, ഈ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ചാനൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇന്നലെ വൈകുന്നേരം ഒരു വാർത്ത നമ്മളെ തേടിയിട്ടുണ്ടായി. എന്താണ്? പാലക്കാട് പനയമ്പലത്ത് ഒരു ലോറി, സിമൻറ്റ് ലോറി മറിഞ്ഞ് 4 വിദ്യാർത്ഥികൾ ദാരുണമായി കൊലപ്പെടുകയുണ്ടായി. കൊല എന്നല്ല പറയണതിന്, അല്ലേ? ആരുടെ അലംഭാവം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സാധാരണ ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചിന്തിക്കുക, എന്താണ്, റോഡ് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു ഡ്രൈവറുടെ കൈപ്പിഴ കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ചിന്തിക്കുകയുള്ളൂ. ഞാനും ഇന്നലെ അതാ ചിന്തിച്ചത്. പക്ഷേ ഇന്നലത്തെ വാർത്തകൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കണ്ടപ്പോൾ, ഇന്ന് രാവിലത്തെ വാർത്തകൾ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ സാറ് പറയുണ്ടായി, റോഡ് നിർമ്മാണത്തിൻ്റെ അപാകത മൂലമാണ് സംഭവിക്കുന്നത്. ഇതിൻ്റെ അറിവുകൾ, റിപ്പോർട്ടുകൾ ഇവർക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ കിട്ടിയിട്ട് എന്താ കാര്യം? ഇവരത് വായിച്ച് അവിടെ രസിച്ചിരുന്നോ? ഒന്ന് അന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ പാകപ്പിഴകളൊന്ന് മാറ്റാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവം, ഇന്ന് ഈ നാടിന്, അല്ലെങ്കിൽ ഇന്ന് ഈ വീടിന് ഈ ഒരു സങ്കടമായ നിമിഷം ഉണ്ടാകേണ്ട അവസ്ഥ വരുമോ? ഇല്ല. ഓരോരുത്തർക്കും ഓരോന്നിനും ഓരോ പ്രൊസീജിയറുണ്ട്, അല്ലേ? അത് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ എത്ര മരണങ്ങൾ. എന്തിനും ഏതിനും ബലി കൊടുക്കുക എന്നുള്ളത് പണ്ട് മുതലേയുള്ള ആചാരമായിരുന്നു. കോഴി, ആട് ഒക്കെ. ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപാകതകൾ ശരിയാകണമെങ്കിൽ 1 or 2 ജീവൻ നമ്മൾ ബലി കൊടുക്കണം, അല്ലേ? നേരിട്ട് ചെന്ന് അല്ലെങ്കിൽ പിടിച്ചു വാങ്ങിയോ ആരും ബലി കൊടുക്കുക എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ ഈ റോഡിന് നന്നാവും, നോക്കിക്കോളും. ഇത്രയും കാലം സംഭവിച്ച അപകടങ്ങളും, ഇന്നലെ ഈ മക്കളുടെ അപകടം കൊലയും കൂടി കഴിഞ്ഞതുകൊണ്ട് ഇനി ആ റോഡ് നന്നാവും. അതാണ് നമ്മുടെ സിസ്റ്റം മാറാൻ പോകുന്നില്ല, ഇങ്ങനെ പോകും. ഇവർക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ റിപ്പോർട്ടുകളും ഇവരുടെ അടുത്തുണ്ട്. പക്ഷേ ഒരു ചെറു വിരൽ പോലും ഒരനക്കൂല. നമ്മളിങ്ങനെ ചത്തും ചതഞ്ഞും നമ്മൾ കുറേ നഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ ജീവിക്കണം, അല്ലേ? നിങ്ങൾ പറ, എന്തെങ്കിലും ഒരു കാര്യം ഇവർ ശരിയാക്കിയിട്ടുണ്ടോ?